കൊല്ലം നിങ്ങൾ പോന്നിട്ടില്ലേ? മൂപ്പര് പറഞ്ഞപ്പോഴോ എന്റെ ദൈവമായിട്ടാണ് മൂപ്പര്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്തായ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ചോറുന്നോ ചോറുന്നോ കുട്ടിയുടെ ചോറുന്നോ? ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഈ ബസ്സിൽ പ്രാണസഖി പാട്ടാരാ പാടിയേ? ഞാൻ ഒരുപാട് ഫിലിം പാടിയിരുന്നു. അത് പ്രാണസഖി ഒരുപാട് പ്രാണസഖി ഒന്ന് പാടാൻ നടന്നല്ലോ. ബാബുരാജിന്റെ ഒപ്പം ഒരുപാട് കാര്യം നടന്നല്ലോ. അത് ശരി. ബാബുരാജിന്റെ പുസ്തകം കിട്ടില്ല. കുറച്ച് ദിവസം കണ്ടെങ്കിൽ 10-32 ശിഷ്യന്മാരുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കളരി ഭൂമിന്റെ അടിയിലേക്ക് JCB വെച്ച് മണ്ണാക്കി ഇരുമ്പിന്റെ പൈപ്പൊക്കെ സ്ഥാപിച്ച് നല്ല ഒറിജിനൽ കളരിയാക്കി ഉണ്ടാക്കിയ ലൈസൻസും ഉണ്ട്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നാട്ടിലേക്ക് പോവാണോ? എന്താണ് ഉദ്ദേശം? എന്താണ്? രണ്ട് സംഗതികൾ റെഡിയാക്കാനുണ്ട്. നമ്മള് കൊണ്ടുവന്നതിന് ശേഷം 2 മാസത്തിനുള്ളിൽ അച്ഛന്റെ മരണവാർത്ത അവിടെ വരും എന്നുള്ള പ്രതീക്ഷ നാട്ടിലേക്ക് നമ്മളിതേപോലെ പയറുമണി പോലെ പുള്ളിയാണ്ട് ഇറക്കി വിട്ടു. അത് ഭയങ്കര അത്ഭുതം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പ്രഭാകരാച്ഛൻ മരിക്കും എന്നൊരു വാർത്ത അവിടെ വരും. നമ്മളവിടെ ഇറക്കിയിട്ടപ്പോൾ എല്ലാവരും വരലും ആള് കൂടുതലും സെൽഫി എടുക്കലും. കാരണം ഈ ഒരു എടുത്തുകൊണ്ടുന്ന മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ നടന്നു വരുന്ന വളരെ പ്രത്യേകത ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. മറ്റുള്ള ജാതികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും. വലിയ ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും കുറച്ച് കഥയൊക്കെ പറഞ്ഞു തരണമെങ്കിൽ കുത്തിരിക്കും. എന്നാലും പ്രഭാകരൻ ഉണ്ടാവുക എന്നുള്ള പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. OP പവർ. കണ്ടുകൊടുത്തില്ലേനോ? അത് 500 റുപ്യ അവിടെ വെച്ചിട്ടാ ഞാൻ വാങ്ങിയത്. രണ്ടാമത് എല്ലാം നടക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചേക്കും. നല്ലതാ അങ്ങനെ പോട്ടെ. എല്ലാം പോയിട്ട് ശ്രദ്ധിച്ചിട്ടാ കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ ആവണം. പിന്നെ പുറത്തേക്കാണെങ്കിലും എങ്ങോട്ട് പോയാലും നമ്മള് ഒന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ, അത്രേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് അതെ അതെ. അപ്പൊ അല്ലാതെ നമ്മളിവരെ പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ള ആ ഒരു എല്ലാത്തിനും ഫ്രീഡാണ്. കാരണം പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഉണ്ട് കേട്ടോ. അതെ അതെ, പരിചയപ്പെട്ട പുതിയ ആളാണ്. വന്നതാ അല്ലേ? ഏകദേശം കട്ടുണ്ട്. അതെ അതെ. എന്താണ് ഇവിടെ വന്നിട്ട് പറയാനുള്ളത്? 2 ദിവസമായില്ലേ? എനിക്ക് നല്ല സന്തോഷം. എൻ്റെ ഒരു അസുഖം കുറേ മാറിക്കഴിഞ്ഞു. എൻ്റെ കാലങ്ങനെ വേണ്ട, പാൻറ് ഇടാൻ പറ്റില്ല, എത്ര ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നന്നായി മാറ്റം. ഞാൻ ഡ്രൈവറൊക്കെ ആയിരുന്നു എലൈറ്റ് കമ്പനിയില്ലേ, തൃശ്ശൂർ. എലൈറ്റ് കമ്പനിയിൽ തൃശ്ശൂർ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ആളുകൾക്ക്, ഓരോ മനുഷ്യന്മാർക്ക് ഓരോ കഥകൾ പറയാനുണ്ട്. പിന്നെ സ്ഥാപനത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്ഥാപനത്തിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്നവര് ആരുമില്ല. ഇവരൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ കൊണ്ടുവന്നാണ്. ഫുള്ള് കിടപ്പ് രോഗികള്. മറ്റൊരു സ്ഥാപനത്തേക്ക് ഇപ്പൊ മനാഫ്കിനെ കുറച്ച് മുന്നേ പറഞ്ഞു, മറ്റൊരു സ്ഥാപനത്തേക്ക് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനാണോ, അയാൾക്ക് നടക്കാൻ കഴിയും, അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കണുള്ളൂ. ഒരു കിടപ്പ് രോഗിയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് വെച്ചാലും ഒരു ഇതിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒഴിവാക്കുക. നമ്മൾ കിടപ്പ് രോഗികൾക്ക് കൊണ്ടുവന്ന് റിക്കവർ ചെയ്തിട്ട് അവരെ നടത്തിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. ഇങ്ങനെയാണ് ഓരോ ആളുകളെയും ഓരോരുത്തർക്കും എന്താണ് അവരുടെ പ്രശ്നം നോക്കിയിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മനാഫ്കനെ അറിയില്ലേ?
മനസ്സിലായോ? ഓ നിങ്ങള് അറിയണ ഞാൻ പെട്രോൾ പമ്പില്ലേ, കൊണ്ടോട്ടി പെട്രോൾ പമ്പ്. ആ ഞാൻ എഞ്ചിനാ, തന്നെ അളാപ്പാന്റെ മോന. ശരി ശരി ആരുമൂയക്കാരനാണ് ചക്കിപ്പറമ്പൻ. തന്നെ അയാൾ ജ്യേഷ്ഠന്റെ മോന. തന്നെ പക്ഷേ ഇപ്പൊ ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ല. അവിടെ ഡ്രൈവറെ ആഹാ ഒരുപാട് കാലം അവിടെ ഡ്രൈവറെ. ഡ്രൈവർമാരെ ഞാനും ഒരു ഡ്രൈവറാണ്. കുഞ്ഞിനെ അറിയോ? മറേബ ബസ്. ആ പടയപ്പ മനാഫ്ക്ക് ആ വെള്ളം മറേബ എണ്ണിക്കരി 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 ബസ് വെള്ളം വാങ്ങിക്കോളി, വെള്ളം തരുന്നേ. ഇതാ വെള്ളതാ തിരൂര് എടനപ്പറ ഓ ഓ മറേബ ബസ്. ഓ മറഹബ ബസ് ആ ഈ ബസ്സിന്റെ ഒരു പടന്നക്കാലം. പ്രാണസഖി പാട്ടാരാ പാടിയേ? ഞാൻ ഒരുപാട് ഫിലിം പാടിയിരുന്നു. അത് പ്രാണസഖി, ഒരുപാട് ആ പ്രാണസഖി ഒന്ന് പാടാന്. നടന്നാളാണ് ബാബുരാജിന്റെ ഒപ്പം ഒരുപാട് കാലം നടന്നാളാണ്. അത് ശരി. ബാബുരാജിന്റെ പുസ്തകം ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താജ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ മമസഖിനി എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാൻ മൂടിക്കഴിഞ്ഞല്ലോ മമസഖിനി എന്ന് വന്നു ചേരും. അടിപൊളി. നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന അച്ഛനാണ് പിന്നെ ബാലനച്ഛൻ. ഈ ഈങ്ങാപ്പുഴ സ്വദേശിയാണ്. നാട്ടുകാരെ പരിഗണനയിൽ ജീവിച്ചിരുന്നു. ഭാര്യയില്ല, മക്കളാരുമില്ല, ഒറ്റത്തടിയാണ്. നാട്ടുകാരെ ശ്രദ്ധിച്ചിരുന്നൊക്കെ. അപ്പോൾ എപ്പോഴും നാട്ടുകാർക്ക് ഫുൾ ടൈം ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ലൊരു സുരക്ഷിതമായ ഒരു ഇടം അന്വേഷണമാണ്. അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഇദ്ദേഹത്തിന് കാഴ്ച പോയിരുന്നു, തീരെ കണ്ണില്ല, ബ്ലൈൻഡ് ഇവിടെ വരുമ്പോ അങ്ങനെയാണ് കിട്ടിയത്. ഏറ്റവും കാഴ്ചയുള്ളത് മൂപ്പരാണ്. എല്ലാം കാണും, എല്ലാം നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്ത് ഇപ്പൊ ആള് ഓക്കെ ആയി തന്നെ. അതായത് ആളിവിടെ വരുന്ന സമയത്ത് രാത്രിയോ പകൽ എപ്പോഴും ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഇവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ മനുഷ്യന് കാഴ്ച കിട്ടി. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് പത്രം വായിക്കുന്ന ഒരു സീൻ ഞങ്ങൾ കണ്ടു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും സന്തോഷമായി. കാരണം ആ കാഴ്ചയില്ലാത്ത മനുഷ്യൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന ഒരു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേര്, ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് മിറാക്കിൾ എന്ന് പറഞ്ഞ യഥാർത്ഥ മിറാക്കിൾ നിങ്ങൾ കണ്ടത് ഈ മനുഷ്യനിലാണ്. അതേപോലെ നേരത്തെ കണ്ട ആ കളരി ഗുരുക്കളിൽ സത്യത്തിൽ ഇവിടെ നടന്നൊരു മിറാക്കിൾ തന്നെയാണ്. അത് ഇപ്പോഴും എണീറ്റ് ഇതിന് ചുറ്റുവട്ടം നടക്കുമ്പോഴൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ. അതേപോലത്തെ ഒരു അവസ്ഥയിൽ കാഴ്ചയില്ലാതെ നടന്നതാണ് ഇത്. നമ്മള് ഈ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന് ചേർത്ത് പിടിക്കണം. കാരണം എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ അവസ്ഥ എന്താവും എന്നുള്ള അറിയില്ല. ഇപ്പം നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേപോലത്തെ ഒരു സ്ഥാപനത്തിലേക്കും ചിലപ്പോൾ നമ്മളൊക്കെ എത്തിപ്പെടുക. അന്ന് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ലാതായി പോയിരുന്നു. അന്ന് ഈ സ്ഥാപനങ്ങളൊക്കെ ഇനി ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്ത് നിഷേധിച്ചിട്ടും കാര്യമില്ല, എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇനി അനിവാര്യമാണ്. ഇപ്പോൾ ഓരോ മനുഷ്യരുടെ അവസ്ഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൂപ്പരും മെഡിക്കൽ ഫെയിലിയർ ആണ്. കിഡ്നി ഉണ്ട്, അൾസർ ഉണ്ട്, തൈറോയിഡ് ഐ ആണ്. അപ്പൊ അങ്ങനെ റിക്കവർ ആവുന്നു. പോയ കേസായിരുന്നു, പക്ഷെ സീരിയസ് ആയിരുന്നു. വന്നിട്ട് കണ്ണ് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ കണ്ണൊക്കെ ചെറുതായിട്ട് ഓക്കെ ആയി വരുന്നു. ഭയങ്കര ആക്റ്റീവുള്ള ഒരു അച്ഛൻ തന്നെ ആയിരുന്നു. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് നല്ല സഹകരണമുള്ള ഒരു അച്ഛനായിരുന്നു. അച്ഛൻ തന്നെ ഇപ്പോൾ മെഡിക്കൽ അഡ്മിറ്റ് ആയപ്പോൾ നമ്മൾ 3 പേരെയാണ് ബൈസ്റ്റാൻഡായി നമ്മൾ നിർത്തിയിരുന്നത്. ഷിഫ്റ്റ് ആയിട്ട്. അപ്പം അച്ഛൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാണ് ഇങ്ങനെ 3 പേര് നിർത്തുന്നത്. പുള്ളി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം പുള്ളിയുടെ അടുത്ത് കുറച്ച് സംസാരിച്ചാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ് ഉണ്ടാവുക.
നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് എല്ലാം നല്ല ആയ കാലത്ത് നല്ല ഫാമിലി നല്ല പൊസിഷനിൽ നടന്നതാണ്. നല്ല പൊസിഷനിലാണ് പണക്കാരനായിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഈ ഒരു ഗതിയിൽ ഇവിടെ എത്തി. നന്മണ്ട്, അതാണ് നമ്മുടെ അടുത്ത് എത്തിയത്. കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു 4 ദിവസം ആയിട്ടുള്ളൂ. ആൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ ഇറങ്ങണില്ല. അപ്പം കുറ്റിപ്പുറ CA വിളിച്ച പ്രകാരം എടുത്തതാണ്. ആള് എടുക്കാൻ മെയിൻ വെച്ചാൽ ഇവർക്കെല്ലാം ട്രീറ്റ്മെന്റ് വേണം. ഇവര് അമ്മക്കാണ്. അമ്മക്ക് ഏകദേശം 80. അപ്പൊ അമ്മ തന്നെയാണ് ഇവർ അപ്പം മൊത്തം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നൊക്കെ. കാരണം ബെഡ് ആദ്യം മുതലേ എങ്ങനെയാണോ ഈ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനാന്ന് പറഞ്ഞു. ലോട്ടറി കച്ചവടത്തിലൊക്കെ പോയിരുന്ന മനുഷ്യരായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. 52 വയസ്സുണ്ട്. ഭക്ഷണം നമുക്ക് നല്ല ചികിത്സക്ക് വേണ്ടി ഞമ്മക്കൊരു വളണ്ടിയർ ആയിട്ട് ഈ പരിസരത്ത് ഏതെങ്കിലും ഡോക്ടറോ നഴ്സോ ഒക്കെ സൗകര്യം ഇവിടെ വരുന്നുണ്ട്. പാലിയേറ്റീവ് വരുന്നുണ്ട്. മാസത്തിൽ 3 തവണ വരുന്നുണ്ട്. 3 പാലിയേറ്റീവ് കെയർ വരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവർ വന്ന് പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സാമൂഹ്യ സംഘടന വരുന്നുണ്ട്. പഞ്ചായത്തിന്റെ വരുന്നുണ്ട്. എങ്ങനെയാ ഭക്ഷണം കൊടുക്കാൻ പറ്റുക? അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് 2-3 സ്പൂണായിട്ടേ കഴിക്കുന്നുള്ളൂ. വളരെ ശോചനീയാവസ്ഥയിലാണ്. സംസാരമൊന്നുമില്ല. നമ്മള് ചിലപ്പോ ഡെത്തായി മരണപ്പെട്ടെന്ന് വിചാരിക്കും. ആ ഒരു രൂപത്തിൽ തന്നെ കിടക്കുക. പക്ഷെ ഇവിടെ വന്നതിന് കുറച്ച് ഇതുണ്ട്. എന്തേലും പറഞ്ഞ ഉഷാറായിട്ട് കേൾക്കുന്നുണ്ട്. അച്ഛാ അച്ഛാ നിങ്ങളെ വിളിക്കണേ. ചോറുന്നോ ചോറുന്നോ കുട്ടിയുടെ ചോറുന്നോ? അവിടുത്തെ അവസ്ഥ ഇതാണ്. മനസ്സിലായില്ലേ? അച്ഛൻ സംസാരിക്കൂല, ഒരു കാലും ഇല്ല കേട്ടോ. അതിന് ആ ഒരു സൗണ്ട് ഉണ്ടാക്കാണ് ചെയ്യാ അച്ഛന്. ഇന്നെ മനസ്സിലായില്ലേ? ഓ അതാ പറഞ്ഞത്. നിങ്ങളെ പേരെന്താ? ഏലിയാസ് അച്ഛൻ തന്നെയാണ്. വെന്ന മുതൽ 1 വർഷം ആവാനായി ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ട്. ഈങ്ങാപ്പോയില് ലോട്ടറി കച്ചവടമായിരുന്നു. അപ്പൊ വണ്ടി കാൽമക്കൂടെ കയറിയതാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജില് ഏകദേശം കയറി ഇറങ്ങിയാണ് വണ്ടി. കാല് പൊടിഞ്ഞു പോയി. എല്ലൊക്കെ പൊടിഞ്ഞ് ആ ഒരു ലെവലിലെത്തിപ്പോയി. കുറെ റിക്കവർ ചെയ്യാൻ വേണ്ടി നോക്കി, കഴിഞ്ഞിട്ടും ഇതാവുന്നില്ല. നമ്മളിപ്പോൾ വന്നതിൽ നമുക്ക് റിക്കവറി ചെയ്യാൻ കഴിയാത്ത ഒരു ഇത്. ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് നമ്മൾ മൂപ്പർക്കാണ് കൊടുത്തത്. പക്ഷെ മൂപ്പരാണ് ഒരു ബില്യനെ നമ്മൾ നടക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷ ഉണ്ട്, നടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പക്ഷെ അത് ഇത്രയായിട്ട് നമുക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജുകാർ ഇനി കൊണ്ടുവരേണ്ട, എന്തെങ്കിലും മറ്റു സുഖം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നുള്ള ലെവലിലാണ് ഉള്ളത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഏകദേശം കഴിഞ്ഞെന്ന് പറഞ്ഞു. കമ്പി ഇട്ടിരുന്നു, കമ്പി ഊരി. പക്ഷെ മൂപ്പര് കമ്പി ഇടുമ്പോൾ മൂപ്പർക്ക് അപസ്മാരത്തിന് അസുഖമുണ്ട്. അതിനെക്കൊണ്ട് ആ കമ്പി വീണ്ടും ജോയിന്റ് ഒക്കെ ഇളകും. അങ്ങനത്തെ ഒക്കെ ആൾ നല്ല ആക്റ്റീവാണ്. പാട്ടൊക്കെ പാടും. നമുക്കടക്ക് മോട്ടിവേഷൻ ക്ലാസ് തരുന്ന എന്താ പറയുക, കടക്കാണെന്നുള്ള ഒരു ഇതൊന്നും മൂപ്പർക്കില്ല. ഫുള്ള് ഹാപ്പി, സന്തോഷം. നമ്മളെ ഇതൊക്കെ ഇവിടെ ഉള്ള നാട്ടിലുള്ള ആളുകളാണ്. എനിക്ക് പറ്റില്ല. ഏകദേശം വേറെ ശിവേട്ടന്റെ നാട്ടിലത്തെ ബിരിയാണിയാ. നാട്ടിലെ ബിരിയാണിയാ. എന്റെ നാട്ടിലെ ബിരിയാണി എങ്ങനെ ഉണ്ടായിടാന്ന് ചോദിച്ചാ കാല് വേണോ കോഴി വേണോ? ഇങ്ങനെ വേണം. നമ്മൾ അവരെ കൂടെ കൂടി ഒരു നേരം ഭക്ഷണം കഴിക്കുക. മാഷാ അല്ലാ, അങ്ങനെ ആവണം. കയ്യിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യും. ശിവേട്ടന്റെ കയ്യിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. പാവം ദയനീയമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരെ കഴിയാത്ത. ശിവാശൻ നല്ല ഹാപ്പിയിലാട്ടോ ഫുഡ് കഴിക്കുന്നത്. ശിവച്ചന്റെ നാട്ടിലെ ഫുഡാണ് കഴിക്കുന്നത്. ഉണക്കം അല്ലേ? സ്വന്തം നാട്ടിലെ ഫുഡ്. കുറെ കാലത്തിന് ശേഷം അവിടെ പോകുന്നതിന് ശേഷം അല്ലേ കിട്ടിയില്ലല്ലോ സ്വന്തം നാട്ടിലെ ഫുഡ്? 2.5 കൊല്ലം നിങ്ങൾ പോന്നിട്ടില്ലേ?
മൂപ്പര് പറഞ്ഞപ്പോഴോ എന്റെ ദൈവമായിട്ടാണ് മനാഫ്ക ചെയ്യുന്നത്. ആ മൂപ്പര് ഞാൻ വാരി തരണോ? ഇപ്പൊ അങ്ങനെ എങ്ങനെ കഴിച്ചോളൂ. എന്റെ മനസ്സ് മൂപ്പർക്ക് വാരി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്നും ഇപ്പൊ വാരി കൊടുക്കാനില്ലല്ലോ. ഇപ്പൊ ഒരു മൂപ്പരായിട്ട് തന്നെ അതിനോട് പടം പൊരുത്തട്ടെ. നിങ്ങൾ അത് റെഡിയാക്കാൻ പറ്റും. റെഡിയാക്കിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തോറ്റോടുന്ന് ജയിച്ച് കാണിക്കണം ശിവേട്ടാ കേട്ടോ. അത് നിങ്ങൾ റിട്ടേൺ നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും കേട്ടോ. ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നാണ് പറയണത്. നിങ്ങൾ തിരിച്ച് നിങ്ങളെ ജീവിതത്തിൽ പടപൊരുതി വരും. ഞങ്ങൾക്ക് ഒരു നേരം വാരി തന്നതിനെ കൊണ്ട് നിങ്ങളെ ജീവിതം ഇതാവില്ല. നിങ്ങൾ സ്വയം വാരി തിന്നുക, സ്വയം നിങ്ങൾ മേലോട്ട് കയറി വരണം. ഓക്കെ, മനസ്സിന് ധൈര്യം കൊടുക്കും. അതെ അതെ, എല്ലാം ശരിയാവും, റെഡിയാവും. എല്ലാം മേളിലിരുന്ന് ദൈവം കണ്ടോണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള നിങ്ങളാ. അങ്ങനെ ചിന്തിക്കണം. അതെ, മാനാപ്പൊക്കെ വരുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ നടന്നിട്ടേ ഇന്നെ പറ്റിട്ടാ പറയല്. ആ കോളേജ് കുട്ടികളുണ്ട്. ഞാൻ വൈകുന്നേരം നടക്കാൻ പോകും. അപ്പൊ എന്നോട് ചോദിച്ചിന്നലെ നിങ്ങൾ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മറാഫിക്ക. അങ്ങ് 4 ആൾക്കാർ പെൺകുട്ടികൾ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി. അത് നിങ്ങളെ ഫോട്ടോ കണ്ടില്ലെങ്കിലും പറഞ്ഞു കൊടുത്തു മറാഫിക്കാന്ന്. ഞാൻ ഇതിൻ്റെ 2 പ്രാവശ്യം ഇതിന് മുന്നേ വന്നിട്ടും ഞാൻ നമ്മളെ ചാനലിൽ ഈ ശിവേട്ടൻ്റെ വീഡിയോ ഇട്ടില്ലേ. ഇത് ശിവേട്ടാ ഇന്നത്തോട് കൂടി നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ആളാ. ഈ സ്ഥാപനത്തിലുള്ള ഓരോരുത്തരും. അതെ, ഇത് അതല്ല ഞാൻ ആകെ നമ്മള് ചോട്ടാ മോട്ടാ അല്ല. നിലവിൽ ഈ സാഹചര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇന്നത്തെ സമൂഹം. കാരണം ഇന്നത്തെ യുവാക്കൾ എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന നമ്മളെ മാതാപിതാക്കളാണ്. പക്ഷേ പിന്നീട് ഈ മാതാപിതാക്കളെയൊക്കെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവിടുക എന്നൊക്കെ സാഹചര്യം. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഈ സമയത്ത് ഇത്തരം സ്ഥാപനങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കൂടെയുള്ള എൻ്റെ ചെയർമാനാണ്. ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നമ്മൾ യുവതലമുറ ഇപ്പം ലഹരിക്ക് പിന്നാലാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം. നമ്മളെ പ്രവൃത്തി കണ്ടിട്ട് സമൂഹത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ലഹരിക്ക് പിന്നാലെ പോകാതെ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ പ്രവൃത്തിയിലൂടെ നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. ഞാനും എൻ്റെ സഹപ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പല സ്ഥാപനങ്ങളും പല വൃദ്ധസദനങ്ങളും നമ്മൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന, സ്വന്തമായിട്ട് ബാത്റൂം പോകാൻ പറ്റുന്ന, സ്വന്തമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഇവരൊക്കെ എടുക്കുന്നുള്ളൂ. കിടപ്പ് രോഗികളായ ആൾക്കാരും എടുക്കുന്നില്ല. വിഷമമുള്ളൊരു കാര്യം നമുക്കറിയാൻ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം കിടപ്പ് രോഗി ആളുകൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചില പഴയ ലൈഫിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്ത് ഇവരെ റിക്കവറാക്കി നമുക്ക് എടുത്തുകൂടെ എന്നൊരു ആലോചന നമുക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് നമ്മൾ വൃദ്ധസദനം എന്നാക്കാതെ മിറാക്കിൾ ഷെൽട്ടർ ഹോം എന്നാക്കിയത്. അപ്പോൾ അതിന് എൻ്റെ സഹപ്രവർത്തകരൊക്കെ എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് തന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരുപാട് പേർക്ക് നമ്മൾ ഇതിനകം തന്നെ അത്താണിയാകാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് പേർക്ക്. പിന്നെ പല വീടുകളിലും കിടപ്പിലായിട്ട് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ 3 നേരം ശരിക്കും ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇവർ അസുഖം പകുതി മുക്കാലും മാറും. അങ്ങനെയുള്ള സാഹചര്യമുള്ള ആളുകൾ വരെ നമ്മളെ കൂട്ടത്തിൽ. അതുപോലെ എക്സ്പയറി കഴിഞ്ഞ അച്ഛന്മാർ വരെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തിൽ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിജയം. അപ്പം നമ്മളെ കണ്ടുകൊണ്ട് ലഹരിക്ക് പിന്നാലെ പോവാതെ ഒരാളെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട് എന്ന് ചിന്തിച്ച് ഈ ഒരു മേഖലയിലേക്ക് വരണം. ലാഭമോ പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാതെ സമൂഹത്തിന് നന്മ ആഗ്രഹിച്ച് വരുന്ന
യുവതലമുറ തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് വരണം. നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഒരു ലോകത്തിന് മുന്നിൽ നമ്മളൊരു സിഗ്നേച്ചർ അതെ തീർച്ചയായിട്ടും യുവാക്കളുടെ അത് തീർച്ചയായിട്ടും അതിന് പതിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് എന്താണോ കഴിയുക അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തോട് പറയാനുള്ളത്, നമ്മളെ യുവാക്കൾക്ക് മിറാക്കിൾ സംഭവിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ യുവാക്കൾ ലഹരിക്കും അത്തരം പല സാഹചര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു കൂട്ടായ്മ നമുക്കൊരു വലിയ സമൂഹത്തിന് വലിയ പാഠമാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ചില വൃദ്ധയായിട്ടുള്ളതും ഉമ്മമാരും ഉപ്പമാരൊക്കെ ചിലപ്പോൾ അവർ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കാൻ പോലും അവർ പൊതുവെ എല്ലാവരും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുക എന്ന് പറയുന്നത് മോശമായിട്ട് കാണുമ്പോഴും ഇതിലേക്ക് അതിനുപോലും മെനക്കെടാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഏതായാലും താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി.